Length of plane curves in polar coordinates. So, നമ്മൾ കണ്ടു കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എക്സും വൈയും വരുമ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് വരുമ്പോൾ ലെങ്ത് ഓഫ് പ്ലെയിൻ കർവ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ കർവിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എഴുതി. എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഫംഗ്ഷൻ ഓഫ് ടി, വൈ ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ടി എന്ന ഫോമിൽ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ വരുമ്പോൾ ലെങ്ത് കണ്ടുപിടിക്കുന്നത് പഠിച്ചു. ഇനി നെക്സ്റ്റ് കർവിൻ്റെ ഇക്വേഷൻ പോളാർ കോർഡിനേറ്റ്സിലാണെങ്കിൽ എങ്ങനെ ലെങ്ത് കണ്ടുപിടിക്കുന്നതാണ്. പോളാർ കോർഡിനേറ്റ്സിലെ വേരിയബിൾസ് എന്തൊക്കെയാണ്? ആറും തീറ്റയുമാണ്. സോ നമുക്ക് നോക്കാം. If the equation of the curve is given in the polar form, r is equal to f of theta. So, curve in the equation r is equal to f of function of theta എന്ന് പറയുന്ന ഫോമിൽ. സോ നമുക്കപ്പോൾ എന്തിൻ്റെ ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ ആണ് വേണ്ടത്? തീറ്റയുടെ ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ ആണ്. So, and theta 1 and theta 2 are the values of the vectorial angles of the points a and b on the curve. So, a എന്ന് പറയുന്ന പോയിന്റിൽ തീറ്റ 1 ഉം ബിയുടെ തീറ്റ 2 ആണ്. സോ അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ദ ആർക്ക് എ ബി കണ്ടുപിടിക്കുന്ന ഫോമുല ഇതാണ്. എസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഫ്രം തീറ്റ 1 ടു തീറ്റ 2 റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഡി ആർ ബൈ ഡി തീറ്റ ദ ഹോൾ സ്ക്വയർ ഡി തീറ്റ. ഓക്കെ, ആൻഡ് ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഈസ് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ കണ്ടായിരുന്നു. നമ്മൾ ആദ്യം y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ പഠിക്കുന്നു. അതിനുശേഷം എന്താണ് എക്സ് ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് ജി ഓഫ് വൈ എന്ന് എഴുതി. അതേപോലെ ആദ്യം ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ എന്ന് വന്നാൽ ഇങ്ങനെയാണ്. ഇനി അതേപോലെ തീറ്റ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ആർ എന്ന് വന്നാൽ ഇക്വേഷന് കുറച്ച് വ്യത്യാസമുണ്ട്. അതിൽ നിന്ന് എസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഫ്രം, അന്നേരം ആറിന്റെ ലിമിറ്റ്സ് ആണ്. ഇന്റഗ്രൽ ഫ്രം r1 ടു r2 റൂട്ട് ഓഫ് 1 പ്ലസ് ആർ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ആർ ദ ഹോൾ സ്ക്വയർ ഡി ആർ. സോ ഈ രണ്ട് ഫോർമുലാസും പഠിച്ചു നോക്കണം. പ്രോബ്ലത്തിലേക്ക് പോകാം. ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദി കാർഡിയോയിഡ് ആർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. സോ ഈ കാർഡിയോയിഡിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ. സോ അതായത് ഫുൾ ലെങ്ത് ഓഫ് ദി കർവ് കണ്ടുപിടിക്കാൻ. സിൻസ് ദ ചേഞ്ച് തീറ്റ ബൈ മൈനസ് തീറ്റ ഡസ് നോട്ട് ഓൾട്ടർ ദി ഗിവൺ ഇക്വേഷൻ. നമ്മളിവിടെ തീറ്റയ്ക്ക് പകരം ഈ ഇക്വേഷൻ അത് മൈനസ് തീറ്റ കൊടുത്താലും കോസ് മൈനസ് തീറ്റ എന്താ കോസ് തീറ്റ. സോ ഈ ഇക്വേഷന് വ്യത്യാസമൊന്നും വരില്ല. ദ കർവ് ഈസ് തീറ്റയ്ക്ക് പകരം മൈനസ് തീറ്റ കൊടുത്താൽ കർവിന് വ്യത്യാസമൊന്നുമില്ല. മീൻസ് എന്താണ്? കർവ് സിമെട്രിക് അബൌട്ട് another variable though, so the curve is symmetrical about the initial line r വെച്ചിട്ട് സിമെട്രിക് ആണ്. Hence the perimeter of the given curve. അതുകൊണ്ട് തന്നെ പെരിമീറ്റർ ഓഫ് ദി ഗിവൺ കർവ് കണ്ടുപിടിക്കാൻ ഇനിഷ്യൽ ലൈൻ ആറിന്റെ മേളിലും താഴത്തും ഉള്ള പോർഷന് സെയിം പെരിമീറ്റർ ആയിരിക്കും വരിക. സിമെട്രിക്കൽ അബൌട്ട് ആൻ ആക്സിസ് ആണ് വരുന്നതെങ്കിൽ ആ ആക്സിസിന്റെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഏരിയയും കർവിന്റെ ലെങ്തും എല്ലാം സെയിം ആയിരിക്കും. സോ അതാണ് പറയുന്നത്. ഹെൻസ് ദ പെരിമീറ്റർ ഓഫ് ദി ഗിവൺ കർവ് ഈസ് ട്വൈസ് ദ ലെങ്ത് ഓഫ് ദ ആർക്ക് ഓഫ് ദി കർവ് ലൈങ് അബോവ് ദി ഇനിഷ്യൽ ലൈൻ. കാരണം ആറ് വെച്ചിട്ട് സിമെട്രിക് ആണ്. സോ ആറിന്റെ മേളിലുള്ളതും താഴെയുള്ള പോർഷന്റെയും ലെങ്ത് സെയിം ആണ്. അതുകൊണ്ട് ഫുൾ കർവിന്റെ ലെങ്ത് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ട്വൈസ് ദ ലെങ്ത് ഓഫ് ദ ആർക്ക് ലൈങ് അബോവ് ദി ഇനിഷ്യൽ ലൈൻ. ഓക്കെ, ആറിന്റെ മേളിലുള്ള പോർഷന്റെ ലെങ്ത് കണ്ടുപിടിച്ചിട്ട് അതിന്റെ 2 ടൈംസ് എടുത്താൽ മതി പെരിമീറ്റർ കിട്ടാൻ. ഇനി അബോവ് ദി ഇനിഷ്യൽ ലൈൻ, ആറിന്റെ ഇനിഷ്യൽ അതായത് ആറും തീറ്റയാണ് അവിടുത്തെ ആക്സിസ്. ആർ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിന്റെ പ്ലേസിൽ വരും. നമ്മൾ ഈ എക്സും വൈ ആക്സിസ് ആണെങ്കിൽ എക്സ് ആക്സിസിന് പകരം ആർ ആക്സിസും വൈ ആക്സിസിന് പകരം തീറ്റ എന്ന് പറയുന്ന ആക്സിസുമാണ് നമ്മൾ കൺസിഡർ ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എന്താണ് തീറ്റ വേരി ചെയ്യുന്നത്. എബോവ് ദി ഇനിഷ്യൽ ലൈൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഫസ്റ്റ് 2 ക്വാഡ്രൻസ് ആണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും അവിടെ തീറ്റയുടെ വേരിയേഷൻ? 0 മുതൽ പൈ വരെ. ഓക്കെ, സോ അതുകൊണ്ടാണ് എബോവ് ദി ഇനിഷ്യൽ ലൈൻ ദ ആർക്ക് തീറ്റ വേരീസ് ഫ്രം 0 ടു പൈ. നമ്മൾ സാധാരണ എക്സ് വൈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ തീറ്റയുടെ വേരിയേഷൻ എടുത്താലും ആദ്യത്തെ 2 ക്വാഡ്രന്റ് ആണ് എവിടെ തൊട്ട് എവിടെ വരെയാന്ന് പറയും? തീറ്റ 0 ടു പൈ എന്ന് പറയും. അത് തന്നെയാണ് ഇവിടെ 0 മുതൽ 180 വരെ. ഹെൻസ് ദ റിക്വയർഡ് പെരിമീറ്റർ ഇത് നമ്മൾ ഫസ്റ്റ് 2 ക്വാഡ്രൻസ്, അതായത് എബോവ് ദി ഇനിഷ്യൽ ലൈനിലെ ആംഗിൾ ആണ് എടുത്തിരിക്കുന്നത്. സോ റിക്വയർഡ് പെരിമീറ്റർ, ടോട്ടൽ പെരിമീറ്റർ എന്താണ്? 2 ടൈംസ് പെരിമീറ്റർ ഇൻ ദ ഫസ്റ്റ് പെരിമീറ്റർ എബോവ് ദി ഇനിഷ്യൽ ലൈൻ. സോ അത് ഫോർമുല എഴുതി കൊടുക്കുകയാണ്. 2 ഇൻറ്റു ഇന്റഗ്രൽ ഫ്രം തീറ്റ 1 ടു തീറ്റ 2 റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഡി ആർ ബൈ ഡി തീറ്റ ദ ഹോൾ സ്ക്വയർ ഡി തീറ്റ. ദാറ്റ് ഈസ് 2 ഇൻറ്റു ഇന്റഗ്രൽ ഫ്രം 0 ടു പൈ. ഇനിയിപ്പോൾ ഫുൾ ക്വാഡ്രന്റില് നമ്മൾ 4 ക്വാഡ്രന്റേയും കൂടെ ഒരുമിച്ച് കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതിയായിരുന്നു? ഇന്റഗ്രേറ്റ് ചെയ്യുക ഫ്രം 0 ടു 2 പൈ, 360 ഡിഗ്രി വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. പക്ഷെ അതിനേക്കാൾ എളുപ്പം നമുക്ക് ചെയ്യാൻ 0 ടു പൈ ആണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. സോ റൂട്ട് ഓഫ് ആറിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് a ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. സോ a ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി ആർ ബൈ ഡി തീറ്റ. ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് വരും? a ഇൻറ്റു 1ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് ഓഫ് കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. സോ a സൈൻ തീറ്റ എന്ന് കിട്ടും. സോ അതുകൊണ്ടാണ് a സൈൻ തീറ്റ സ്ക്വയർ ഡി തീറ്റ. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുക. അതിനുശേഷം എ സ്ക്വയർ നമ്മളിവിടെ കോമൺ ആയിട്ട് എടുക്കും. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ വരും. അത് 1 ആവും. സോ ഇത് 2 മൈനസ് 2 കോസ് തീറ്റ, 2 ഔട്ട് സൈഡ് എടുക്കും. 1 മൈനസ് കോസ് തീറ്റ എന്നുള്ളതിന് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പുള്ള പ്രോബ്ലംസിലും വന്നിട്ടുണ്ട്. സോ നോക്കുക. സോ ഈ റൂട്ട് പോകുമ്പോൾ എന്താവും? 2a സൈൻ തീറ്റ ബൈ 2 എന്നാവും. സോ അത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, ആൻസർ 8 എന്ന് കിട്ടും.
So next question നോക്കാം. In an equiangular spiral, R is equal to A e raised to theta cot alpha. Prove that theta cot alpha is equal to log S by A cos alpha plus 1 എന്ന് വരും. Okay. Where S is the length of the arc measured from theta equal to 0 to any arbitrary point. Okay. So നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഒരു ഇക്വിആംഗുലർ സ്പൈറൽ ആണ് തന്നിരിക്കുന്നത്. സോ അതിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. R equal to function of theta A e raised to theta cot alpha ഫോമുല. ഈ ആൽഫ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ. സോ പ്രൂവ് ദാറ്റ് അങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യണം. ഈ തീറ്റ കോട്ട ആൽഫ എന്ന് പറയുന്നത് ലോഗ് എസ് ബൈ എ കോസ് ആൽഫ പ്ലസ് 1. അതിൽ എസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ആർക്ക് മെഷേർഡ് ഫ്രം തീറ്റ ഈക്വൾ ടു 0 ടു എനി ആർബിട്രറി പോയിന്റ് ആണ്. സോ അങ്ങനെ ആണെങ്കിൽ നമ്മൾ ആദ്യമായി എസ് ആർക്ക് ലെങ്ത് ഇവാലുവേറ്റ് ചെയ്യണം. സോ അതിന് എന്താണ് ആർ ഈക്വൾ ടു ഫംഗ്ഷൻ ഓഫ് തീറ്റ ഫോമിലാണ്. സോ ആ ഫംഗ്ഷൻ എടുത്ത് വരുന്നു. ഡി ആർ ബൈ ഡി തീറ്റ എടുക്കുമ്പോൾ എന്ത് വരും? എ ഇൻറ്റു ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ്. സോ ഇ റൈസ് ടു തീറ്റ കോട്ട ആൽഫ വരും ഇൻറ്റു ഈ മേളിലെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോട്ട് ആൽഫ കോൺസ്റ്റന്റ് ആണ്. സോ കോട്ട് ആൽഫ ഇൻറ്റു 1 എന്ന് വരും. സോ എന്ത് വരും? എ കോട്ട് ആൽഫ ഇ റൈസ് ടു തീറ്റ കോട്ട് ആൽഫ. തീറ്റയുടെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ തന്നിട്ടുണ്ട്. തീറ്റ ഈക്വൽ ടു 0 ടു എനി ആർബിട്രറി പോയിന്റ് എന്ന് പറയുമ്പോൾ തീറ്റ എന്ന് തന്നെ എടുത്താൽ മതി, ജനറൽ പോയിന്റില്ല. സോ എസിന്റെ ഫോമിൽ കൊടുക്കുന്നു ഇന്റഗ്രൽ ഫ്രം തീറ്റ 1 ടു തീറ്റ 2 റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഡി ആർ ബൈ ഡി തീറ്റ ദ ഹോൾ സ്ക്വയർ ഡി തീറ്റ. സോ ഇന്റഗ്രൽ ഫ്രം 0 ടു തീറ്റ റൂട്ട് ഓഫ് ആർ എന്താണ്? എ ഇ റൈസ് ടു തീറ്റ കോട്ട് ആൽഫ. സോ അതിന് സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? എ സ്ക്വയർ ഇതിന്റെ സ്ക്വയർ ഇ റൈസ് ടു 2 ടൈംസ് തീറ്റ കോട്ട് ആൽഫ എന്ന് വരും. സോ ദാറ്റ് പ്ലസ് ഡി ആർ ബൈ ഡി തീറ്റ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എ കോട്ട് ആൽഫ ഇ റൈസ് ടു തീറ്റ കോട്ട് ആൽഫ ആയിരുന്നു. അതിന്റെ സ്ക്വയർ എ സ്ക്വയർ കോട്ട് സ്ക്വയർ ആൽഫ ഇ റൈസ് ടു 2 തീറ്റ കോട്ട് ആൽഫ. സോ ഇവിടെ നമ്മൾ എ സ്ക്വയർ ഇ റൈസ് ടു 2 തീറ്റ കോട്ട് ആൽഫ ഔട്ട്സൈഡ് എടുത്ത 1 പ്ലസ് കോട്ട് സ്ക്വയർ ആൽഫ എന്ന് വരും. പിന്നെ നമുക്കറിയാം ഒരു ജനറൽ റിസൾട്ട് സൈഡിൽ നോക്കുക. കൊസീക് സ്ക്വയർ ആൽഫ മൈനസ് കോട്ട് സ്ക്വയർ ആൽഫ 1. സോ അവിടെ നമുക്ക് 1 പ്ലസ് കോട്ട് സ്ക്വയർ ആൽഫ എന്ത് കിട്ടും? കൊസീക് സ്ക്വയർ ആൽഫ. സോ കൊസീക് സ്ക്വയർ ആൽഫ ഒരു റൂട്ട് എടുക്കുമ്പോൾ എ ആകും. അതേപോലെ ഇ റൈസ് ടു 2 തീറ്റ കോട്ട് ആൽഫയുടെ റൂട്ട് എടുത്ത ഇ റൈസ് ടു തീറ്റ കോട്ട് ആൽഫ അടുത്ത് കൊസീക് ആൽഫ. ഇനി വിത്ത് റെസ്പെക്ട് ടു തീറ്റ അല്ലേ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ എന്താണ്? എ കൊസീക് ആൽഫ കോൺസ്റ്റന്റ് ആണ്, അത് ഔട്ട് സൈഡ് എടുക്കുന്നു. ഇ റൈസ് ടു തീറ്റ കോട്ട് ആൽഫയുടെ ഇന്റഗ്രൽ എടുത്താൽ എന്ത് വരും? ഇ റൈസ് ടു തീറ്റ കോട്ട് ആൽഫ ബൈ തീറ്റ കോട്ട് ആൽഫയുടെ ഡെറിവേറ്റീവ് എഴുതണം. അതെന്താണ്? കോട്ട് ആൽഫ. സോ ഫ്രം 0 ടു തീറ്റ. സോ ആദ്യം തീറ്റയ്ക്ക് എ കൊസീക് ആൽഫ ബൈ കോട്ട് ആൽഫ എന്നാവും. തീറ്റയ്ക്ക് തീറ്റ കൊടുക്കുമ്പോൾ വ്യത്യാസമൊന്നുമില്ല. നെക്സ്റ്റ് തീറ്റയ്ക്ക് 0 കൊടുക്കുമ്പോൾ ഇ റൈസ് ടു 0 എന്നാവും. ഇ റൈസ് ടു 0 1 ആണ്. ഈ കൊസീക് ആൽഫ എനിക്ക് 1 ബൈ സൈൻ ആൽഫ എന്ന് എഴുതാം. അതേപോലെ കോട്ട് ആൽഫ കോസ് ആൽഫ ബൈ സൈൻ ആൽഫ. സോ നമ്മളിവിടെ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സൈൻ ആൽഫ ക്യാൻസൽ ആവും. 1 ബൈ കോസ് ആൽഫ വരും. സോ എ ബൈ കോസ് ആൽഫ ഇൻറ്റു ഇ റൈസ് ടു തീറ്റ കോട്ട് ആൽഫ മൈനസ് 1. നമ്മളിപ്പോൾ എസ് കണ്ടുപിടിച്ചു. പക്ഷെ നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ക്വസ്റ്റിനകത്ത്? എസ് കിട്ടി. നമുക്ക് തീറ്റ കോട്ട് ആൽഫ ഇസ് ഈക്വൽ ടു ലോഗ് എസ് ബൈ എ കോസ് ആൽഫ പ്ലസ് 1 എന്ന് എഴുതാം. സോ നമുക്ക് ഇങ്ങനെ തീറ്റ കോട്ട് ആൽഫയാണ് വേണ്ടത്. ഇപ്പൊ നമുക്ക് കിട്ടി എസ് ഇസ് ഈക്വൽ ടു എസ് അല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. എസ് ഇസ് ഈക്വൽ ടു എ ബൈ കോസ് ആൽഫ ഇൻറ്റു ഇങ്ങനെ. ഇനി ഞാൻ ഈ കോസ് ആൽഫ ബൈ എ കോസ് ആൽഫ വെച്ച് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ബൈ എ ചെയ്യുന്നു. സോ അപ്പൊ എന്ത് കിട്ടും? കോസ് ആൽഫ ബൈ എ ഇൻറ്റു എസ് ഇസ് ഈക്വൽ ടു ഇപ്പുറത്ത് ബാക്കി എന്ത് മാത്രം വരും? ഇ റൈസ് ടു തീറ്റ കോട്ട് ആൽഫ മൈനസ് 1. ഇനി ഇ റൈസ് ടു തീറ്റ കോട്ട് ആൽഫ ഇതിൽ നിന്ന് എഴുതിയ എസ് ബൈ എ കോസ് ആൽഫ പ്ലസ് 1 എന്ന് കിട്ടും. ഇനി തീറ്റ കോട്ട് ആൽഫയാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് രണ്ട് സൈഡിലും ലോഗരിതം എടുക്കുന്നു. ലോഗരിതം എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി നെക്സ്റ്റ് ലോഗ് എ റൈസ് ടു ബി എ എനിക്ക് ലോഗ് എ റൈസ് ടു ബി അതിനെ ബി ലോഗ് എന്ന് എഴുതാം. നമ്മൾ പ്ലസ് 2 പഠിക്കുന്നതാണ്. സോ ഇതിനെ എങ്ങനെ എഴുതാം? തീറ്റ കോട്ട് ആൽഫ ഇൻറ്റു ലോഗ് ഇ ടു ദ ബേസ് ഇ ആണ് കേട്ടോ ഈ ലോഗരിതത്തിന്റെ. ഓക്കെ, ഇനി ലോഗ് ഇ ടു ദ ബേസ് എന്ന് പറയുന്ന 1 ആണ്. അതിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? തീറ്റ കോട്ട് ആൽഫ ലോഗ് എസ് ബൈ എ കോസ് ആൽഫ പ്ലസ് 1. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. പ്രൂവ് ദാറ്റ് ദ കാർഡിയോയിഡ് ആർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ ഈസ് ഡിവൈഡഡ് ബൈ ദ ലൈൻ 4r cos theta is equal to 3a into 2 parts such that the lengths of the arcs on either side of this line are equal. നമുക്കൊരു കാർഡിയോയിഡിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. r is equal to a into 1 plus cos theta. കാർഡിയോയിഡ് ആണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. ഈ O എന്ന് പറയുന്ന പോയിന്റ് ആണ് എക്സ് വൈ ആക്സിസിലെ ഒറിജിൻ. ഓക്കെ, സോ ഒറിജിനിൽ നിന്നാണ് ഇതിങ്ങനെ തുടങ്ങുന്നത്. സോ പിന്നെ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്. ഇവിടെ ഞാൻ ഒരു ബി സി എന്ന് പറയുന്ന ലൈൻ വരച്ചിരിക്കുന്ന വൈ ആക്സിസ് ഒന്നും അല്ല കേട്ടോ. അതെന്താണ്? ഈ കാർഡിയോയിഡിനെ ഈ ലൈൻ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നല്ലേ പറയുന്നത്. കാർഡിയോയിഡ് ആർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ ഈസ് ഡിവൈഡഡ് ബൈ ദ ലൈൻ 4r cos theta ഈസ് ഈക്വൽ ടു 3a ഇൻറ്റു 2 പാർട്സ്. സോ 4r cos theta ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ലൈൻ വെർട്ടിക്കൽ ലൈനാണ്. സോ അതാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ബി സി എന്ന് പറയുന്ന ലൈൻ 4r cos theta ഈസ് ഈക്വൽ ടു 3a എന്ന് പറയുന്ന ലൈനാണ്. സോ അത് ഈ കാർഡിയോയിഡിനെ നിങ്ങൾ നോക്കിയാൽ അറിയാം 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സച്ച് ദാറ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്?
the lengths of the arcs on either side of this line are equal. ഈ ബി സി എന്ന് പറയുന്ന ലൈനിന്റെ രണ്ട് സൈഡിലും വരുന്ന ഈ കാർഡിയോയിഡിന്റെ പോർഷന്റെ ലെങ്ത്, അതായത് ആർക്ക് ബി എ സിയും ആർക്ക് ബി ഒ സിയും സെയിം ലെങ്ത് ആണെന്ന് കാണിക്കണം, ഈക്വൽ ആണെന്ന് കാണിക്കണം രണ്ട് ആർക്കിന്റെയും ലെങ്ത്. സോ അതാണ് നമ്മുടെ ചോദ്യം. സോ അതിനുവേണ്ടി നമുക്ക് പ്രൂഫ് നോക്കാം. The given curve R is equal to A into 1 plus cos theta and the straight line 4R cos theta is equal to 3A. Cut one another at B and C. So ആ കർവ് ഇത് തമ്മിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് ബിയും സിയും എന്നാണ് ഞാൻ വിളിച്ചത്. ഇനി R is equal to A into 1 plus cos theta യും R is equal to 3A by 4 cos theta അല്ലേ. സോ എനിക്ക് തീറ്റയുടെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് തമ്മിൽ സോൾവ് ചെയ്യാണ്. ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടല്ലോ. സോ എനിക്ക് ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്യാം. ഇക്വേറ്റിംഗ് ദ കർവ്സ്. ഈ 4R cos theta is equal to 3A എന്ന് ഞാൻ R എഴുതിയതാണിത്. 3A by 4 cos theta ആണ്. ഓക്കെ, രണ്ടും ഇക്വേറ്റ് ചെയ്യുന്നു. എ ക്യാൻസൽ ആവും. സോ ഈ 4 cos theta വെച്ച് ഇപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ആവുമ്പോൾ 4 cos theta plus 4 cos square theta minus 3 equal to 0 ആണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം ഇറ്റ് ഇസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ cos theta ആണ്. ഓക്കെ, സോ ഞാൻ അതിനെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്തു. സോ എ ബി സി ക്വാഡ്രാറ്റിക് ഫോമിൽ ഉപയോഗിച്ച് എനിക്ക് സോൾവ് ചെയ്യാം. അതായത് ഇത് 4x² plus 4x minus 3 equal to 0 എന്ന് സോൾവ് ചെയ്തൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെയേ ഉള്ളൂ. ഇവിടെ എക്സിന് പകരം cos theta ആണേ ഉള്ളൂ. സോ അവിടെ എ 4 ആണ്, ബി എ എന്ന് പറഞ്ഞാൽ x² കോഎഫിഷ്യന്റ് അത് 4 ആണ്, ബി എക്സിന്റെ കോഎഫിഷ്യന്റ് അതും 4 ആണ്, കോൺസ്റ്റന്റ് ടേം സി -3. ഇനി ഞാൻ ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്യുന്നു. എക്സ് അല്ല ഇവിടെ cos theta ആണ്. സോ cos theta is equal to -b plus or minus root of b square minus 4ac by 2a. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോൾവ് ചെയ്തെടുക്കുമ്പോൾ രണ്ട് വാല്യൂസ് എനിക്ക് കിട്ടും, 1/2 -3/2. cos theta വാല്യൂസ് ആണത്. ഇനി പക്ഷേ നമുക്കറിയാം cos theta വാല്യൂ എന്താണ്, -1ന്റെയും +1ന്റെയും ഇടയ്ക്കാണ്. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ വാല്യൂസ് രണ്ടും 1/2 എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. എന്നാൽ ഈ -3/2 എന്ന് പറഞ്ഞാൽ -1.5 ആണ്. അത് ഈ റേഞ്ചിൽ വരത്തില്ല. -1.5 എന്ന് പറഞ്ഞാൽ -1നേക്കാളും ചെറുതാണ്. സോ ഇന്റർവലിന്റെ പുറത്താണ് വരുന്നത്. സോ ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് തന്നെ cos theta is equal to -3/2 നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ cos theta വാല്യൂ എന്താ, 1/2. cos theta 1/2 ആവുന്ന തീറ്റ എന്ന് പറയുന്നത് എത്രയാകുമ്പോഴാണ്, 60 ഡിഗ്രി, അതായത് π/3 ആവുമ്പോൾ. സോ വി ഹാവ് ടു പ്രൂവ്. സോ അതാണ് ഞാൻ ഇനി ഫിഗറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിഗറിലേക്ക് തിരിച്ചു പോവാം. നമുക്കിപ്പോൾ തീറ്റയുടെ വാല്യൂ π/3 എന്ന് കിട്ടി. ഞാൻ ഈ വരച്ചിരിക്കുന്ന ലൈൻ നോക്കുക. R is equal to ആറും തീറ്റയല്ലേ നമ്മുടെ ഇവിടെ വരുന്ന പോളാർ ഫോമിലാണല്ലോ. സോ ഈ ആക്സിസ് തീറ്റ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആക്സിസ് ആണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇവിടെ തീറ്റ ഈസ് ഈക്വൽ ടു 0 ആണ്. അതേപോലെ തീറ്റ ഈസ് ഈക്വൽ ടു π/3 ആവുന്ന പിന്നെ എവിടെയാണ്, ഈ പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷനിൽ നമ്മൾ കണ്ടുപിടിച്ചത്. സോ ഒന്നെങ്കിൽ ബിയിലാകാം ഈ π/3 എന്ന് പറയുന്നത്. ഈ ബി എന്ന് പറയുന്ന ഇവിടെ എക്സ് ആക്സിസ് വരെ തീറ്റ ആക്സിസ് വരെയുള്ള ലൈൻ ഇതാകാം π/3, അല്ലെങ്കിൽ താഴത്തോട്ടുള്ള ആംഗിൾ ആകാം π/3. അതായത് π/3 ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ബി എന്ന് പറയുന്ന പോയിന്റ് ഒറിജിനിൽ നിന്ന് ഞാൻ ബിയിലേക്ക് ഒരു ലൈൻ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഓയിൽ നിന്ന് ബിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുമ്പോൾ അത് ഈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ π/3 ആണെന്നാണ് അതിന്റെ മീനിങ്. അത് ബി എന്ന് ഞാൻ സോൾവ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി, ബിയോ സിയോ ഏതോ ഉണ്ടാക്കുന്ന ആംഗിൾ π/3 ആണ്. ആ പോയിന്റ്സ് ഏത് ആംഗിൾ ആയിരിക്കും π/3? മേളിലത്തെ ആംഗിൾ ആണോ 60 വരുന്നത്, താഴത്തെ ആംഗിൾ ആണോ 60 വരിക? സിയിലേക്കുള്ള ആംഗിൾ ആണെങ്കിൽ -60 അല്ലേ വരൂ, താഴേക്ക് ആയതുകൊണ്ട്. സോ ഈ ഏത് പോയിന്റ് ആണത്, ബി എന്ന് പറയുന്ന പോയിന്റിലെ ആംഗിൾ ആണ് നമുക്ക് കിട്ടുക. അതായത് ഒറിജിനിൽ നിന്ന് ബിയിലേക്ക് ഒരു ലൈൻ വരച്ചാൽ അത് തീറ്റ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, അതാണ് π/3. ഓക്കെ, സോ ഞാനിപ്പോൾ ആർക്ക് എ ബി ആദ്യം കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചോ. എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ലൈൻ ബി സിയുടെ രണ്ട് സൈഡിലുള്ള ആർക്കിന്റെ ലെങ്ത് ഈക്വൽ ആണ്. അതായത് ആർക്ക് ബി എ സിയും ബി ഒ സിയും ഈക്വൽ ആണ്. ഇപ്പൊ ഞാൻ ആർക്ക് എ ബി എന്ന് പറയുന്ന പോർഷന്റെ ആർക്ക് കണ്ടുപിടിച്ചാൽ എനിക്ക് തീറ്റയുടെ ലിമിറ്റ്സ് എന്തായിരിക്കും അവിടെ, എ എന്ന് പറയുന്ന പോയിന്റിന്റെ തീറ്റ എന്ന് പറയുന്നത് 0 ആണ്, ബി എന്ന് പറയുന്ന പോയിന്റിലെ തീറ്റയാണ് നമുക്കിപ്പോൾ കിട്ടിയത്, ഒറിജിനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ലൈൻ ബിയിലേക്ക് വരച്ച π/3. സോ ആദ്യം ഞാൻ ഈ ആർക്ക് എ ബിയുടെ ലെങ്ത് അതുകൊണ്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്യുവാണ്. സോ അത് പോയിന്റ് ബി ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്താണ്, കാരണം സിയിലേക്കാണെങ്കിൽ ആംഗിൾ നെഗറ്റീവ് ആയിരിക്കും. സോ വി ഹാവ് ടു പ്രൂവ്. ഞാനിപ്പോൾ പടം വെച്ച് പറഞ്ഞ കാര്യമാണ് ഇവിടെ പറയുന്നത്. ആർക്ക് ബി എ സി ഈക്വൽ ടു ആർക്ക് ബി ഒ സി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഞാൻ ആദ്യം ആർക്ക് എ ബി ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിന് മുന്നേ ഞാൻ ആ ഫോമിൽ എന്താ ആർക്ക് എ ബി ഇവാലുവേറ്റ് ചെയ്യണം, ഇന്റഗ്രൽ ഫ്രം θ1 to θ2 റൂട്ട് ഓഫ് r² plus dr/d⁻θ the whole square dθ. സോ ആർ എടുക്കുന്നു a into 1 plus cos theta. ആർ കർവ് ഏതാണ്, കാർഡിയോയിഡിന്റെ ഇക്വേഷൻ എടുക്കണം, അല്ല 4r cos theta is equal to 3 എടുക്കരുത്, അതാ ലൈനിന്റെ ഇക്വേഷനാണ്, കാർഡിയോയിഡിന്റെ ലെങ്ത് അല്ലേ നമുക്ക് വേണ്ടത്. സോ ആർ ഈസ് ഈക്വൽ ടു a into 1 plus cos theta എന്ന് പറഞ്ഞ കാർഡിയോയിഡിന്റെ ഇക്വേഷൻ എടുക്കുന്നു, dr/dθ കണ്ടുപിടിക്കുന്നു, -a sin θ കിട്ടും, റൂട്ട് ഓഫ് r² plus dr/dθ ഹോൾ സ്ക്വയർ ഇവാലുവേറ്റ് ചെയ്ത് വെക്കുവാണ്. സോ അതിന്റെ വാല്യൂ എനിക്ക് നമ്മൾ നോക്കിയാൽ നമ്മൾ ഇതിന് മുന്നേ ഇതേ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, 2a cos θ/2 കിട്ടും. ഇനി ആദ്യം ഞാൻ പറഞ്ഞു ലെങ്ത് ഓഫ് ആർക്ക് എ ബി ആണ് ഞാൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്.
ലെങ്ത് ഓഫ് ആർക്ക് കെ ബി എന്താണ്? ഇന്റഗ്രൽ ഫ്രം θ1 to θ2 റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഡി ആർ ബൈ ഡി തീറ്റ ദ ഹോൾ സ്ക്വയർ ഡി തീറ്റ. എ ബി എന്ന് പറയുന്നതിന്റെ ആംഗിൾ എവിടെ തൊട്ട് എവിടെ വരെ വേരി ചെയ്യുന്നത്? എ എന്ന് പറയുന്ന പോയിന്റ് θ0 ആണ്, ബിയുടെ തീറ്റ π/3 ആണ്. നമ്മൾ ഫിഗർ വെച്ച് ഞാൻ പറഞ്ഞു. സോ 0 to π/3 ഇതിന്റെ വാല്യൂ 2a cos θ/2 d തീറ്റ. സോ അത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, വാല്യൂസ് കൊടുക്കുന്നു, അപ്പൊ 2a എന്ന് കിട്ടും. ഇനി ഞാൻ ലെങ്ത് ഓഫ് ആർക്ക് ബി എ സി, ആർക്ക് എ ബിയുടെ ലെങ്ത് ആണ് എനിക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ബി എ സിയുടെ ലെങ്ത് ആണ് നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. എ ബിയുടെ ലെങ്ത് എനിക്ക് കിട്ടി. എ ബിയുടെ ലെങ്ത് തന്നെയായിരിക്കും എന്ത്? എ ബിയുടെ അതേ ലെങ്ത് ആയിരിക്കും ഈ ബി സിയുടെയും ലെങ്ത്. ഓക്കെ, കാരണം എന്താണ്? ഈ കർവിന്റെ ഇക്വേഷൻ സിമെട്രിക് അബൌട്ട് എന്താണ്? തീറ്റയാണ്. കാരണം ഇവിടെ കർവിന്റെ ഇക്വേഷൻ ആർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ അല്ലേ. ഞാൻ തീറ്റയ്ക്ക് പകരം മൈനസ് തീറ്റ കൊടുത്താൽ കോസ് മൈനസ് തീറ്റയും കോസ് തീറ്റയും സെയിം ആണ്. സോ സിമെട്രിക് അബൌട്ട് ദ ലൈൻ തീറ്റ ഈക്വൽ ടു 0 ആണ്. സോ ഈ തീറ്റ ഈക്വൽ ടു 0യുടെ മേളിലുള്ള ആർക്കാണ് എ ബി, താഴത്തുള്ള ആർക്കാണ് കറസ്പോണ്ടിങ് വരുന്ന ബി സി. അതുകൊണ്ട് തന്നെ രണ്ടിന്റെയും ലെങ്ത് സെയിം ആണ്. സോ എനിക്ക് മൊത്തം ബി എ സിയുടെ ലെങ്ത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2 ടൈംസ് ആർക്ക് എ ബി ചെയ്താൽ മതി. ഓക്കെ, സോ അതാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. ലെങ്ത് ഓഫ് ആർക്ക് ബി എ സി ഈസ് 2 ടൈംസ് ആർക്ക് എ ബി. ആർക്ക് എ ബി ഇപ്പൊ കണ്ടുപിടിച്ചു. സോ 2 ടൈംസ് 2a ദാറ്റ് ഈസ് 4a. ഇനി എനിക്ക് ആർക്ക് ബി ഒ സിയുടെ ലെങ്ത് ആണ് വേണ്ടത്. ബി ഒ സി. ഓക്കെ, ഇവിടെ പറയാൻ ശ്രദ്ധിക്കുക. സിൻസ് ദ കാർഡിയോഡ് ആർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ ഈ സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ദ ലൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0, ഹോൾ ലെങ്ത് ഓഫ് ദ ആർക്ക്. ഓക്കെ, മൊത്തം ലെങ്ത് ഓഫ് ദ ആർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഓക്കെ, നിങ്ങൾ നോക്കുക. ഇനി എനിക്ക് ബി ഒ സിയുടെ ലെങ്ത്, ബി എ സിയുടെ ലെങ്ത് ഇപ്പൊ എനിക്ക് 4 എന്ന് കിട്ടി. ഇനി എനിക്ക് ബി ഒ സിയുടെ ലെങ്താ വേണ്ടത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് ഞാൻ ഹോൾ ലെങ്ത് ഓഫ് ദ ആർക്ക്, മൊത്തം ഈ കാർഡിയോയിഡിന്റെ ലെങ്ത്, ടോട്ടൽ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പോവാണ് ആദ്യം. ടോട്ടൽ പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ കാർഡിയോയിഡ് എന്താണ്? സിമെട്രിക് അബൌട്ട് ദ ലൈൻ തീറ്റ ഈക്വൽ ടു 0 ആണ്. സോ അതുകൊണ്ട് തന്നെ തീറ്റ ഈക്വൽ ടു 0 എന്ന് പറയുന്നതിന്റെ മേളിൽ വരുന്ന പോർഷനും താഴത്ത് വരുന്ന പോർഷനും സെയിം ആണ്. സോ അതുകൊണ്ട് ആർക്ക് എ ബി ഒയും ആർക്ക് ഒ സി എയും രണ്ടും എന്താണ്? സെയിം ലെങ്ത് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കാർഡിയോയിഡിന്റെ ഫുൾ ലെങ്ത് ഞാൻ കണ്ടുപിടിച്ചു. അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 2 ടൈംസ് ലെങ്ത് ഓഫ് ആർക്ക് എ ബി ഒ. എ ബി ഒയിൽ തീറ്റയുടെ വേരിയേഷൻ എന്താണ്? മൊത്തം മേളിൽ വരുമ്പോൾ തീറ്റയുടെ വേരിയേഷൻ എന്താണ്? 0 മുതൽ പൈ ആയിരിക്കും. 0 മുതൽ 180 വരെയാണ് വേരിയേഷൻ വരിക. ഓക്കെ, ഫസ്റ്റ് രണ്ട് ക്വാഡ്രൻസ് എന്ന രീതിയിൽ ചിന്തിച്ചാൽ അങ്ങനെ വരും. സോ അതാണ് നെക്സ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, ടോട്ടൽ ലെങ്ത്. അതെന്തിനാ ഇവാലുവേറ്റ് ചെയ്യുന്നത് പിന്നെ പറയാം. സോ ആദ്യം ഹോൾ ലെങ്ത് ഓഫ് ദ ആർക്ക് ഇവാലുവേറ്റ് ചെയ്യുക. അത് 2 ടൈംസ് ആർക്ക് എ ബി ഒ ആണ്. സോ അത് 2 ടൈംസ് അവിടെ പൈയുടെ വേരിയേഷൻ 0 to പൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഡി ആർ ബൈ ഡി തീറ്റ ഹോൾ സ്ക്വയർ ഡി തീറ്റ. സോ ഈ ആർ സ്ക്വയർ പ്ലസ് ഡി ആർ ബൈ ഡി തീറ്റ ഹോൾ സ്ക്വയർ ഞാൻ നേരത്തെ കണ്ടുവെച്ചത് അതിനാണ്. സോ ഇവിടെയും നമ്മൾ ആ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ ഇത് ചെയ്യുന്നു. അപ്പോൾ ഫുൾ ലെങ്ത് എനിക്ക് 8a ആണ് കിട്ടിയത്. ഓക്കെ, ഇനി എനിക്ക് വേണ്ടുന്നത് ആർക്ക് ബി ഒ സിയുടെ ലെങ്ത് ആണ്. ഹോൾ ലെങ്ത് കിട്ടി 8a. ഇനി എനിക്ക് ആർക്ക് ബി ഒ സിയുടെ ലെങ്ത്, ആർക്ക് ബി ഒ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ലെങ്ത് ഓഫ് ദി കാർഡിയോയിഡിൽ നിന്ന് ആർക്ക് ബി എ സി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അത് കുറച്ചാൽ മതി. സോ അത് കുറയ്ക്കുമ്പോൾ ആർക്ക് ബി ഒ സി കിട്ടും. എന്നിട്ട് ആർക്ക് ബി ഒ സിയും ബി എ സിയും ഈക്വൽ ആണോ എന്ന് നോക്കിയാൽ മതി. അതായിരുന്നു നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. സോ ഞാൻ ആർക്ക് ബി ഒ സി കിട്ടാൻ ഹോൾ ലെങ്തിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച ആർക്ക് ബി എ സി കുറച്ചാൽ മതി. ഹോൾ ലെങ്ത് ഇപ്പൊ 8a എന്ന് കിട്ടി. ആർക്ക് ബി എ സിയുടെ ലെങ്ത് 4a, 8a മൈനസ് 4a 4a. ഇപ്പൊ എന്ത് കിട്ടി? ആർക്ക് ബി ഒ സിയുടെ ലെങ്തും 4a ആണ്. സോ ആർക്ക് ബി എ സിയുടെ ലെങ്തും അത് തന്നെയായിരുന്നു. സോ ആർക്ക് ബി എ സിയും ബി ഒ സിയും സെയിം ലെങ്ത് ആണെന്ന് കിട്ടി. ഓക്കെ, സോ അതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ആർക്ക് ഓഫ് ദി ഇക്വിആംഗുലർ സ്പൈറൽ ആർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റൈസ് ടു തീറ്റ കോട്ട് ആൽഫ between the points for which the radii vectors are r1 and r2. സോ ഇവിടെ നോക്കിയാൽ അറിയാം ആർ ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് തീറ്റ എന്ന് പറഞ്ഞാണ്. പക്ഷെ നമുക്ക് ഇവിടെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ ആറിന്റെ വേരിയേഷൻ ആണ് തന്നിരിക്കുന്നത്, r1 r2. ഓക്കെ, പക്ഷെ നമുക്ക് തീറ്റ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഫോമുല റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഡി ആർ ബൈ ഡി തീറ്റ ഹോൾ സ്ക്വയർ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായിരുന്നു? തീറ്റയുടെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ ആണ്. ആറിന്റെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ തരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു രണ്ടാമതൊരു ഫോമുല ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? റൂട്ട് ഇന്റഗ്രൽ എസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഫ്രം r1 to r2 റൂട്ട് ഓഫ് 1 പ്ലസ് ആർ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ആർ ദ ഹോൾ സ്ക്വയർ ഡി ആർ. ഓക്കെ, അവിടെ നമ്മൾ തീറ്റയെ ഫംഗ്ഷൻ ഓഫ് ആർ ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ ആർ ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് തീറ്റ തന്നെയാണ്. എനിവേ അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ ആർ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ആർ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കത് നോക്കാം. കാരണം ഇവിടെ നമുക്ക് തീറ്റയുടെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ അറിയില്ല. സോ ഈ ഫോമിൽ ഉപയോഗിക്കാൻ പറ്റൂ. സോ തന്നിരിക്കുന്ന ഇക്വേഷൻ എഴുതുന്നു. ഞാൻ വിത്ത് റെസ്പെക്ട് ടു തീറ്റ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ. ഡി ആർ ബൈ ഡി തീറ്റ എടുക്കുമ്പോൾ എ ഇൻറ്റു ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ്. സോ അതുപോലെ തന്നെ ഇ റൈസ് ടു തീറ്റ കോട്ട് ആൽഫ എന്ന് കൊടുക്കുന്നു. ഇൻറ്റു തീറ്റ കോട്ട് ആൽഫയുടെ ഡെറിവേറ്റീവ് കോട്ട് ആൽഫ, അത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സോ എ ഇ റൈസ് ടു തീറ്റ കോട്ട് ആൽഫ എന്ന് പറയുന്ന ആറല്ലേ, മേളത്ത് നോക്കുക. സോ അതിന് ആറെന്ന് തന്നെ കൊടുക്കുന്നു. സോ ഇത് ആർ കോട്ട് ആൽഫ ആവും.
സോ ഡി ആർ ബൈ ഡി തീറ്റ ആണ് എനിക്കിപ്പോൾ കിട്ടിയത്. പക്ഷെ നമ്മുടെ ഇക്വേഷനിൽ ഡി തീറ്റ ബൈ ഡി ആർ ആണ്. സോ 1 ബൈ റെസിപ്രോക്കൽ എടുക്കുന്നു. 1 ബൈ ഡി ആർ ബൈ ഡി തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഡി തീറ്റ ബൈ ഡി ആർ ആണ്. സോ ഡി തീറ്റ ബൈ ഡി ആർ ഇസ് ഈക്വൽ ടു എന്താവും? ഇപ്പുറത്തെ റെസിപ്രോക്കൽ എടുക്കുന്നു. 1 ബൈ ആർ കോട്ട് ആൽഫ. ഇനി ആർ വെച്ച് ലെഫ്റ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ആർ ഡി തീറ്റ ബൈ ഡി ആർ എന്താണ്? 1 ബൈ കോട്ട് ആൽഫ. 1 ബൈ കോട്ട് ആൽഫ ഇസ് ടാൻ ആൽഫ. നമുക്ക് ആർ ഡി തീറ്റ ബൈ ഡി ആർ കിട്ടി. സോ ഈ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഫ്രോം ആർ വൺ ടു ആർ ടു റൂട്ട് ഓഫ് 1 പ്ലസ് ആർ ഡി തീറ്റ ബൈ ഡി ആർ ദ ഹോൾ സ്ക്വയർ ഡി ആർ. ഇവിടെ ആറിന്റെ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ ജനറൽ ആയിട്ട് ആർ വൺ എന്ന് ആർ ടു എന്ന് തന്നിട്ടുള്ളൂ. ഏതാണ് പോയിന്റ്സ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ ആർ വണ്ണും ആർ ടു തന്നെ കൊടുക്കുന്നു. റൂട്ട് ഓഫ് 1 പ്ലസ് ഇത് എന്താവും? ടാൻ സ്ക്വയർ ആൽഫ. ഇനി നമുക്കറിയാം സീക്ക് സ്ക്വയർ ആൽഫ മൈനസ് ടാൻ സ്ക്വയർ ആൽഫ 1 ആണ്. സോ അതിൽ നിന്ന് 1 പ്ലസ് ടാൻ സ്ക്വയർ ആൽഫ സീക്ക് സ്ക്വയർ ആൽഫ ആവും. സോ റൂട്ട് എടുക്കുമ്പോൾ സീക്ക് ആൽഫ ആകും. സീക്ക് ആൽഫ വിത്ത് റെസ്പെക്ട് ടു ഡി ആർ ആണ്. ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ഡി ആർ ആണ്. അതുകൊണ്ട് തന്നെ സീക്ക് ആൽഫ ഇവിടെ കോൺസ്റ്റന്റ് ആണ്. അത് ഔട്ട് സൈഡ് എടുക്കുന്നു. ദെൻ ഇന്റഗ്രൽ ഫ്രം ആർ വൺ ടു ആർ ടു ഡി ആർ. ഇന്റഗ്രൽ ഡി ആർ ഇസ് ആർ ഫ്രം ആർ വൺ ടു ആർ ടു. സോ ലിമിറ്റ്സ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? സീക്ക് ആൽഫ ഇൻറ്റു ആർ ടു മൈനസ് ആർ വൺ അഥവാ ആർ ടു മൈനസ് ആർ വൺ ഇൻറ്റു സീക്ക് ആൽഫ എന്ന് കിട്ടും.